റമദാൻ കഴിഞ്ഞ് സാധാരണ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിവസങ്ങളും രാവുകളുമൊക്കെ മാസങ്ങളും കൊല്ലങ്ങളും എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ഓരോ ഘട്ടങ്ങളാണ്. അത് നാം മുറിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അവസാനത്തെ പോയിൻ്റായിട്ടുള്ള ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ് നാം ഉള്ളത്. വകുല്ലു യൗമിൻ യമുറു ബികും ബിഫൈന്നഹു യുബ്ഇദുകും മിനദ് ദുനിയ വയുഖർരിബുകും മിനൽ ആഖിറ. ഓരോ ദിവസം കഴിയുമ്പോൾ ദുനിയാവിൽ നിന്ന് അകലുകയും ആഖിറത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ. ഫതൂബാ ലിഅബ്ദിൻ ഇഗ്തനമ ഫുർസഹ ബിമാ യുഖർരിബു ഇലാ മൗലാഹു. അതുകൊണ്ട് ആർക്കാണ് സന്തോഷ വാർത്തയുള്ളത്? ഈ ദിവസങ്ങളിലും മാസങ്ങളിലും സമയങ്ങളിലുമൊക്കെ അള്ളാഹു നൽകിയ അവസരം ഉപയോഗപ്പെടുത്തി മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ആര് പരിശ്രമിച്ചുവോ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. തൂബാ ലിഅബ്ദിൻ ശഗലഹ ബിത്തആതി വതജന്നബ അൽ-ഇസ്യാൻ. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ആരാധനകളിൽ മുഴുകുകയും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന എല്ലാവിധ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അതുകൊണ്ട് റമദാൻ മാസം നോമ്പ് നോൽക്കാൻ തൗഫീഖ് ലഭിച്ച മനുഷ്യ, അൽ മുസ്ലിം മൻ വഫഖ ലിഅദാഇൽ അമൽ സ്വാലിഹ്, ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മെ സഹായിച്ചത്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും മൻ ആനക അല സിയാമി വൽ ഖിയാം ഇന്നഹുല്ലാഹ് ഫലൗ കദാലിക വലൗ വക്കലക അല്ലാഹു ഇലാ നഫ്സിക ഹലക്ത്. നീ എങ്ങാനും അള്ളാഹു എങ്ങാനും നിന്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം പോലും നോമ്പ് നോൽക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം പിശാച് നിന്റെ കൂടെയുണ്ട്, നിന്റെ രേഹച്ചൻ നിന്റെ കൂടെയുണ്ട്. കുല്ലു ലഹ്ളത്തിൻ യതമന്ന അൻ യുദില്ലക വയുഗ്ദിക്. ശൈത്താൻ ആഗ്രഹിക്കുന്നത് ഓരോ സെക്കൻഡിലും നിന്നെ പ്രേരിപ്പിക്കാനാണ്, നിന്നെ വഴിതെറ്റിക്കാനാണ്, അവന്റെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ വലാകിൻ അല്ലാഹ അസമ മിൻഹു ഇബാദഹു അൽ മുഖ്ലസീൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങളായ അടിയാറുകളെ അവന്റെ ഫിത്രയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ അടിമകൾ, എൻ്റെ അടിയാറുകൾ, അവരുടെ മേൽ നിനക്ക് അധികാരമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ശൈത്താനെ അഭിസംബോധന ചെയ്ത് പറയുന്ന, ഇബ്ലീസിനെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവന്റെ തൗഫീഖും അവന്റെ അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കൽ നോമ്പ് നോൽക്കാൻ പറ്റുമായിരുന്നില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല, സദക്ക കൊടുക്കാൻ പറ്റുമായിരുന്നില്ല, പുണ്യങ്ങളിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതുകൊണ്ട് ഈ തൗഫീഖിന് അള്ളാഹുവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ നാം നന്ദി ചെയ്യണം. അതാണ് നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നാം ഏത് സൽപ്രവർത്തനങ്ങൾ ചെയ്താലും ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹൽ മഖ്ബൂലു ഹനീഅൻ ലക് അയ്യുഹൽ മർദൂദു ജബറല്ലാഹു മുസീബതക്. റമദാൻ സ്വീകരിക്കപ്പെട്ട മനുഷ്യ, നീ എത്ര സന്തോഷവാനാണ്, എത്ര സൗഭാഗ്യവാനാണ്, നിനക്ക് മംഗളം. എന്നാൽ നിന്റെ ആരാധനാ കർമ്മങ്ങൾ അത് സ്വീകരിക്കാതെ നിന്നിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മുസീബത്ത് വലിയതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ രണ്ടാൾ, ഒരാൾ വരെ ബലികർമ്മം നടത്തി, അത് അള്ളാഹു സ്വീകരിച്ചു. ഒരാൾ ബലികർമ്മം നടത്തി, അത് സ്വീകരിച്ചില്ല. ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളിൽ നാം സ്വീകരിക്കുക. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, വലാ തഹ്തമു ലിഖില്ലത്തിൽ അമൽ വഹ്തമു ലിൽഖുബൂൽ. ഖാല അലി റളിയല്ലാഹു അൻഹു, ലാ തഹ്തമു ലിഖില്ലത്തിൽ അമൽ. അമലുകൾ കുറഞ്ഞു പോയതിലല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, മറിച്ച് വഹ്തമു ലിൽഖുബൂൽ, അത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്ത് എന്താണ്, അവര് ലൈസു ഹരീസിൻ അലാ ഖുബൂലി തുആതിഹിം. ചില ആളുകൾ അവരുടെ അമൽ സ്വാലിഹാത്ത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളൊരു ചിന്ത അവർക്കില്ല.
അവർ ചെയ്യുന്നു, ഇത് സ്വീകരിച്ചോ ഇല്ലേ, അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നില്ല. ഫൈന തൗഫീഖ ലിൽ അമലി സാലിഹ് നിഅമത്തുൻ ഉഖ്ബറ. യഥാർത്ഥത്തിൽ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. വലാകിന്നഹാ ലാ തതിമു ഇല്ലാ ബിനിഅമത്തിൻ ഉഖ്റ അഅ്ളമു മിൻഹാ. എന്നാൽ അത് പൂർത്തിയാകുന്നത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ്. വഹിയ നിഅമത്തുൽ ഖുബൂൽ. അതാണ് അതല്ലാഹു സ്വീകരിക്കുക എന്നുള്ളത്. അത് അല്ലാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹാബത്ത് 6 മാസത്തോളം അവരുടെ റമദാൻ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റമദാൻ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ എന്താണ്? ഒന്നാമത്തെ അടയാളം വമാഹിയ അസ്ബാബുൽ ഖുബൂൽ മാഹിയ അലാമാത്തുൽ മഖ്ബൂലീൻ. സ്വീകരിക്കപ്പെടുന്നവരുടെ അടയാളങ്ങൾ എന്താണ്? ഒന്ന്, നമ്മൾ പരിശോധിക്കുക. അദ്മുർ റുജൂ ഇല ദംബ് ബഅദ തഅ. തൗബക്ക് ശേഷം, അള്ളാഹുവിനെ അനുസരിച്ചതിന് ശേഷം ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്മാറാത്ത നിശ്ചയദാർഢ്യത്തോടുകൂടി റമദാനിന് ശേഷം ആ പാപത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. കാരണം പാപങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് ഫൈന റുജൂ ഇല ദംബി അലാമത്തുൽ മഖ്തി വ ഉസ്റാൻ. യഥാർത്ഥത്തിൽ പാപങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് അവൻ ചെയ്തതെങ്കിൽ, തൗബ ചെയ്തതെങ്കിൽ, ആ പാപങ്ങളിലേക്ക് അവൻ തിരിച്ചു പോവുകയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് മൻ ഇസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബുഹു അലൽ മാസിയ മഅഖൂദുൻ. ചില ആളുകൾ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ പറയും, അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് വഖൽബുഹു അലൽ മാസിയതി മഅഖൂദ്. അവന്റെ ഹൃദയം ആ തിന്മയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുകയാണ്. വഅസ്മുഹു അൻ യർജഅ ഇലൽ മാസിയ ബഅദ ശഹർ. ആ മാസത്തിന് ശേഷം, റമദാനിന് മുഴുവൻ ദിവസങ്ങളിൽ പുകവലിക്കാത്ത ആളുകൾ റമദാൻ കഴിഞ്ഞ ശേഷം വീണ്ടും പുകവലിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പുകവലി വലിയ തെറ്റാണ്. ഒന്ന് പണം കൊണ്ടുള്ള ഇസ്രാഫാണ്, മറ്റൊന്ന് സ്വന്തം ശരീരത്തെ നാശത്തിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് ഇടരുത്. അത് നാശമാണ്, തൻ്റെ അയൽവക്കക്കാരുടെ നാശമാണ്. എല്ലാ നാശവുമായിട്ടുള്ള ഈ പാപം, അതാണ് പണ്ഡിതന്മാർ 400ഓളം ഫത്വകളുണ്ട് ഹറാമാണെന്ന്. പക്ഷേ എന്നിട്ടും റമദാനിനെ നമ്മൾ ഒഴിവാക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആരംഭിക്കുന്നു. ഈ റമദാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അങ്ങനെ ഏത് പാപങ്ങളും ഏത് തിന്മകളും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ദൃഢനിശ്ചയം, ആ ദൃഢനിശ്ചയമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പണ്ഡിതന്മാർ സ്വീകരിക്കുന്നു. എന്നാൽ അപ്പോൾ തിന്മയിലേക്ക് തിരിച്ചു പോകാനുള്ള, റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള ചിന്തയോടുകൂടിയാണെങ്കിൽ അവൻ്റെ റമദാൻ അവനിലേക്ക് തിരിച്ചു വരും, അവനത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ അടയാളം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ സന്തോഷിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അൽ വജ്ലു അൽ ഖൗഫു അൻ അദ്മിൽ ഖുബൂലിൽ അമൽ. രണ്ടാമത്തത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ, അതിലൊരു ഭയം വേണം. പടച്ചവൻ സ്വീകരിച്ചോ? അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുർ ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ആരെങ്കിലും നന്ദി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനോട് തന്നെയാണ് നന്ദി ചെയ്യുന്നത്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു ഐശ്വര്യവാനാണ്, സ്തുത്യർഹനാണ്. ആരുടെയും ഐശ്വര്യം, ആരുടെയും ഒരു സഹായം അവൻ ആവശ്യമില്ല. സൂറത്തുൽ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ സഈദിൻ വാഹിദ് ഫസഅലനി കുല്ലു വാഹിദിൻ മിൻഹും മസ്അലതഹു ഫഅതൈതു കുല്ല വാഹിദിൻ മിൻഹും ഫസ്അലതഹു മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. നിങ്ങളിൽ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും, ഇൻസക്കും, നിങ്ങൾ മനുഷ്യർ, സർവ്വ മനുഷ്യരും തുടക്കം മുതൽ അവസാനം വരെയുള്ള മനുഷ്യർ, കാനു അലാ സഈദിൻ വാഹിദിൻ,
ഭൂമിയുടെ ഒരു വലിയ പ്രദേശത്ത് വന്നിട്ട് സഅലനി കുല്ലു വാഹിദിൻ മിൻഹും മസ്അലത്ത്, ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാണോ പറഞ്ഞു എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു. ഫഅതൈതു കുല്ലു വാഹിദിൻ മിൻഹും, എന്നിട്ട് അവർക്കെല്ലാം ഞാൻ കൊടുത്തു. മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, അത് മുഴുവൻ കൊടുത്താലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് ഒരു തരിമ്പും കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് നന്മയിൽ ഉറച്ചു നിന്നാൽ, ഉയരങ്ങളിലേക്ക് കയറിയാൽ അവിടെ നിലനിൽക്കാൻ സാധിക്കണം. അതാണ് ധീരത. അതുകൊണ്ട് റമദാനിലൂടെ ഉയരങ്ങളിലേക്ക് നാം കയറി, ആ കയറിയ ഉയരങ്ങളിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലെത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും എൻ്റെ റമദാൻ അള്ളാഹുവെ സ്വീകരിക്കണമേ, എൻ്റെ ആരാധനകൾ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന ചിന്ത, പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടെ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ സ്വീകരിച്ചു. ആ സന്തോഷ വാർത്തക്കുള്ള അടയാളങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത അടയാളം എന്താണ്? അൽ മുഅ്മിൻ മിൻ ശിദ്ദത്തി ഇഖ്ബാലി അല തആത്ത്, അവൻ ഭയപ്പെടുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഅലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ വല്ലദീന യുഅ്തൂന മാ ആതൗ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടല്ലോ, സൂറത്തുൽ മുഅ്മിനിലെ 60-ാമത്തെ ആയത്ത്. അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, അവർ സക്കാത്ത് കൊടുക്കുമ്പോൾ, സദഖ കൊടുക്കുമ്പോൾ, ദാനം കൊടുക്കുമ്പോൾ അവരുടെ ഹൃദയം പേടിക്കുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അതോടൊപ്പം തന്നെ അവർ അങ്ങേയറ്റം അല്ലാഹുവിനെ ഭയപ്പെടുന്നു, പേടിക്കുന്നു ഹൃദയം. അപ്പോൾ അഹുമുൽ ലദീന യശ്റബൂന അൽ ഖംറ വയസ്രിഖൂൻ, ഒരു നന്മ ചെയ്യുമ്പോൾ ഇങ്ങനെ പേടിക്കാൻ എന്താണ് കാരണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവർ കള്ളു കുടിക്കുന്നവരാണോ? അവർ കളവ് ചടത്തുന്നവരാണോ? ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യാ ഇബ്നത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, വലാകിന്നഹുമുൽ ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ, അവരാരാണ്? യസൂമൂൻ, നോമ്പ് നോൽക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, സദഖ ചെയ്യുന്നവരാണ്, വയുസല്ലൂൻ, നമസ്കരിക്കുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അതാണ് അവർ ഭയപ്പെടുന്നവരാണ്. ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള ഭയം അവർക്കുണ്ടാവും. അതാണ് ഉലൈക അല്ലദീന യുസാരിഊന ബിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ മത്സരിക്കുന്നവർ. അല്ലാഹു അത്തരം ആളുകൾ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ റമദാൻ കഴിഞ്ഞു. മൻ അത്ബഅ സിത്തൻ മിന ശവ്വാൽ കഅന്നമാ സ്വാമ ദഹർ കുല്ല, അല്ലേ? ശവ്വാലിൽ 6 നോമ്പ് ആരെങ്കിലും റമദാനിനോട് തുടർന്ന് നോറ്റാൽ അവൻ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സാഹചര്യം നമുക്ക് ഉപയോഗപ്പെടുത്തുക, ഓരോ നന്മയിൽ മത്സരിക്കുന്നവരായിരിക്കും അവർ. എങ്ങനെയെങ്കിലും റമദാൻ കഴിഞ്ഞു, ഇനി റമദാനിൽ പട്ടിണി വേണ്ട, ദാഹമില്ല എന്നുള്ളൊരു ജീവിതമല്ല, മറിച്ച് അള്ളാഹുവിന്റെ മുനാജാത്തിന്റെ ലദ്ദത്ത് ആസ്വദിച്ചവരാണ്. ആ ആസ്വാദനത്തോടുകൂടി മറ്റുള്ള ആസ്വാദനങ്ങളൊക്കെ നഷ്ടപ്പെട്ടുപോയി. ജീവിതത്തിന്റെ ലഹരി മനസ്സിലാക്കിയവരാണ് റമദാനിൽ കഴിച്ചുകൂട്ടിയവർ. അവ മനസ്സിലാക്കിയവർ ഒരിക്കലും അവരുടെ പാപങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കുകയും ആ നിർവഹിച്ച ആരാധനകർമ്മം അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് പരലോകത്ത് വെച്ച് ആ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആളുകളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾ നന്മകൾ അതിൻ്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ആരോഗ്യവും ആഫിയത്തും തൗഹീദ് ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ സഹോദരങ്ങൾ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് ഫലസ്തീനിലെ സഹോദരങ്ങൾ, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ഹൃദയം കടുത്തുപോകും, നിങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണത്തിന്റെ വേളയിൽ സ്വർഗത്തിലെ പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളുടെ നോമ്പിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ധാരാളം അപാകതകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാൻ ഞങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار
اللهم أجرنا من النار اللهم أجرنا من النار اللهم ادخلنا الجنة برحمتك يا أرحم الراحمين اللهم ادخلنا الجنة برحمتك يا أرحم الراحمين اللهم ادخلنا الجنة برحمتك يا أرحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله.